അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിലൂടെ. ജീവിതത്തിൽ അല്ലാഹുവിനെ കണ്ടറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളായ നമ്മോട്, അല്ലാഹുവിന്റെ അടിമകളായ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യകുലമേ, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടറിഞ്ഞ് ജീവിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ശിർക്ക് വെക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ കുഫ്രിയത്ത് കാണിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭയാനകമായ നരകമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ പടച്ച തമ്പുരാൻ അവിടുന്ന് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അല്ലാഹു എന്ന സിട്ടാവായ എന്നെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ, എനിക്ക് നിങ്ങൾ ധിക്കാരം കാണിച്ചാൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭയാനകമായ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത് നിങ്ങൾക്ക് ശാശ്വതമാണ്, നിങ്ങൾ അവിടെ വസിക്കുന്നവരായി മാറുകയാണെന്ന്. അതാ പടച്ച തമ്പുരാൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. ആരാ എന്നെ മനസ്സിലാക്കി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതോ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരാരോ, ഖുർആനിനെ വിശ്വസിച്ചുകൊണ്ട്, അല്ലാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലോ അല്ലാഹുവിനെ മുറുകെ പിടിച്ചിട്ട്, അവന്റെ റസൂലിനെ മുറുകെ പിടിച്ചിട്ടോ പരിശുദ്ധമായ ദീനിനനുസരിച്ചിട്ട് നടക്കുന്നവരാരാ. അല്ലാഹു തആല പറയുകയാണ്, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. ആ വിഭാഗം ആളുകളുണ്ടല്ലോ, അവരൊന്നും ശാശ്വതമായി ജീവിക്കുന്നത് എവിടെയാണെന്നറിയോ, അവരെ ഖൈറായി ജീവിക്കുന്നത് എവിടെയാണെന്നറിയോ, അവർക്ക് ഏറ്റവും നന്മയായിട്ട് പടച്ചു തമ്പുരാൻ കൊടുക്കുന്നത് പരലോകത്ത് വലിയ സൗഖ്യങ്ങളാണ്. അല്ലാഹു തആല കൊടുക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്. അവർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കുകയാണ്, അവിടെ തേനരുവികളും പാലരുവികളും ഒഴുകുന്ന നദികൾ കൊടുക്കുകയാണ്, വലിയ വലിയ 4 ആറുകള്, അല്ലാഹു തആല തോട്ടങ്ങള് എല്ലാം അവർക്ക് പടച്ച റബ്ബ് കൊടുക്കുകയാണ്. മാത്രമല്ല പടച്ച റബ്ബ് പറയുന്നുണ്ട്, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്തേ അവരെ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കാര്യം എന്തെന്നറിയോ, തന്റെ അടിമ ദുനിയാവിൽ വെച്ചിട്ട് എന്നെ അനുസരിച്ചുകൊണ്ട് നടന്നവരാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാ, നിസ്കാരം നിലനിർത്തിയവരാ, സക്കാത്ത് കൊടുത്തു വീട്ടിയവരാ, പടച്ചവനെ മുടങ്ങാതെ പള്ളിയിലേക്ക് ജമാഅത്തിന് കടന്നു വന്നവരാണോ. എത്ര വലിയ ക്ഷീണം വരുമ്പോഴും, എത്ര വലിയ പ്രയാസം വരുമ്പോഴും അല്ലാഹുവിന്റെ ഇബാദത്ത് കഴിഞ്ഞിട്ടേ എല്ലാത്തിനെ കുറിച്ചിട്ടും അവിടുന്ന് ഓർക്കുന്നുള്ളൂ. അല്ലാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ സിട്ടാവിന് അഖില ലോക ബ്രഹ്മാണ്ടം കടാകം മുഴുവനും ഇവിടെ സൃഷ്ടിച്ചു പരിപാലിച്ച പടച്ചുറബുണ്ടല്ലോ, ആ പടച്ചുറബിനോടുള്ള മഹബ്ബത്താ മുമ്പിലുള്ളത്. ആ പടച്ചുറബിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹമാ മുമ്പിലുള്ളത്. ഇതെല്ലാം മുമ്പിൽ വെച്ചപ്പോഴാണ് പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വലിയ നന്മ കൊടുത്തത്, അവിടുന്ന് അല്ലാഹു തആല തൃപ്തിപ്പെട്ടത്. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും പടച്ച റബ്ബായി എനിക്ക് വലുത്, ആര് തന്നെ എന്നെ ആക്രമിച്ചാലും, ആര് തന്നെ വേദനിപ്പിച്ചാലും അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്കില്ല.
എന്നവിടുന്ന് മനസ്സിനകത്ത് കരുതിയപ്പോ, അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് കൊണ്ട് മനസ്സും ശരീരവും എല്ലാം പാകപ്പെടുത്തിയപ്പോ, റളിയല്ലാഹു അൻഹു വറളൂ അൻഹു, എന്തുകൊണ്ടാണ് പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടത്? തന്റെ അടിമ അവിടുന്ന് ഇങ്ങനെ ഇബാദത്ത് ചെയ്തപ്പോഴാണ്. എന്നാലോ അടിമയും അവിടുന്ന് തൃപ്തിപ്പെട്ടിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എങ്ങനെയാ അടിമ അവിടുന്ന് തൃപ്തിപ്പെട്ടതെന്നറിയോ? പടച്ചവനെ അവിടുന്ന് നന്മകൾ പ്രതിഫലം കൊടുത്തപ്പോഴാണ്. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഇബാദത്ത് ചെയ്തു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ എല്ലാ അവിടുന്നുള്ള അനുഗ്രഹങ്ങളും മുഴുവൻ വാരിക്കോരി കൊടുത്തു. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവിടുന്ന് പറയുകയാണ്, എന്റെ അടിമയും എന്നിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആ കൊടുത്തതുകൊണ്ട്, ആ നന്മകൾ അവിടുന്ന് ചൊരിഞ്ഞു കൊടുത്തതുകൊണ്ട് അടിമയും തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമി ലോകത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ച വിഭാഗമാണ് അല്ലേ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, ജിന്ന വർഗ്ഗത്തെ മനുഷ്യവർഗ്ഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് വെറുതെ ഓർമ്മപ്പെടുത്തിയതാണോ? അടിമകളായ നമുക്കിതൊരു പാതകാണ്. നമ്മൾ മനസ്സിലാക്കണം, എന്റെ രക്ഷിതാവെന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് റബ്ബേ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലാഹ് നീ അയച്ചത് എന്ന്. ആ ഒരു ബോധത്തോടെ കൂടെ ദുനിയാവിൽ ജീവിക്കണം. നമ്മളൊരു ഓഫീസ്, ഒരു ജോലി എവിടെങ്കിലും ഏറ്റെടുക്കുമ്പോൾ, ഞാനിവിടെ ജോലി ചെയ്യുകയാണല്ലോ, ഇവിടെ എനിക്ക് ശമ്പളം, എനിക്ക് ജോലി ചെയ്താലല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവിടെ ആ ഒരു കമ്പനിയിൽ പണിയെടുക്കുന്നത് പോലെ, ജോലി സ്ഥലത്ത് പണിയെടുക്കുന്നത് പോലെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പറഞ്ഞയച്ചിട്ട് അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ നിങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കണം, അല്ലാഹുവിനെ കണ്ടറിയണം എന്നുള്ളത്. മനസ്സിലാക്കണം. നമ്മൾ ആലമുൽ അർഹാം കഴിഞ്ഞു വന്ന ആളുകളാണ്. ആലമുൽ അർഹാം എന്ന് പറയുമ്പോൾ അല്ലാഹു തആല തന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നൽകിയൊരു അവസ്ഥയാണ്. ആലമുൽ അർവാഹ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റൂഹുകളുടെ ഒരു ലോകമാണ്. ആദ്യ സമയത്ത് ആ റൂഹുകളുടെ ലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടി അല്ലാഹ്. എന്നിട്ട് ദുനിയാവിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും എനിക്കും നിങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു തന്നു. ദുനിയാവിൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സന്ദേശങ്ങൾ മുഴുവനും നൽകിയതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളായ നമ്മോട് പിന്നീട് പറഞ്ഞ കാര്യം, പിന്നീട് പറഞ്ഞത്, നമ്മൾ അവിടുന്ന് എല്ലാം സമ്മതം കൊടുത്ത് അല്ലാഹുവെ ഞാൻ എല്ലാം ചെയ്യും, കൃത്യമായി നിർവഹിക്കുമെന്ന് സമ്മതം മൂടി വന്നവരാണ്. അത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ആലമുൽ അർഹാമിൽ നമ്മൾ എത്തി. ഇപ്പൊ ഇത് ആലമു ദുനിയയാണ്. ഇവിടെ നമ്മൾ അറിയണം, ആ രണ്ട് ലോകം പടച്ച റബ്ബ് നോക്കി. ഈ ലോകത്ത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കണം. അനുസരിച്ച് ജീവിച്ചാൽ ഇനി ഖബർ, ബർസഖായ ആലം വരാനുണ്ട്, മഹ്ശർ വരാനുണ്ട്, സിറാത്ത് വരാനുണ്ട്, ഹിസാബ് വരാനുണ്ട്. എല്ലാം നമുക്ക് മുമ്പിലുണ്ട് അല്ലേ? അല്ലാഹു തആല ഖബറിനകത്ത് വെച്ച ഖബറിനകത്ത് അല്ലാഹു തആല തൗഹീദിനെ കുറിച്ച് ചോദിക്കും. മഹ്ശറിൽ എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകളെ കുറിച്ച് ചോദിക്കും. ഇതൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഉത്തരം പറയണ്ടേ. നമുക്ക് അവിടുന്ന് പറയാൻ കഴിയണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നന്മയുള്ളവരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. ആ നന്മയുള്ളവരായിട്ട് നമ്മൾ ഏത് സമയത്തപ്പം മാറുന്നോ അന്ന് നമ്മുടെ ഖൽബിനകത്ത് അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം ഇട്ട് തരും. നമുക്ക് പ്രതീക്ഷ ഉണ്ടായാൽ മതി. എൻ്റെ റബ്ബ് എന്നുള്ളൊരു ചിന്ത, ആ ഒരു ബോധം നമ്മുടെ ഖൽബിനകത്ത് ഉണ്ടായാൽ മതി. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അല്ലാഹു തആല നമ്മൾ നന്നാക്കി തരും. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ എത്ര വലിയ നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫുസ്സിലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്താണ് എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച നടത്തുന്നത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിതത്തിൽ നന്മയുള്ളവരായിട്ട് നമ്മൾ മാറണം. അത് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. അല്ലാഹുവിനെ
കണ്ടറിയണം, നമ്മൾ അത്യാവശ്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള ഉപദേശങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് എടുത്തു നോക്കിയാൽ പടച്ച റബ്ബേ എത്രയോ ഉപദേശങ്ങൾ എനിക്കും നിങ്ങൾക്കും സൂറത്തിൽ, ഒരുപാട് സൂറത്തുകളിലൂടെ, ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഉപദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു മനുഷ്യനോട് ഇടപെടേണ്ട രീതിയാണ് പടച്ച തമ്പുരാൻ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിആ. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല നല്ല പ്രവർത്തനമുണ്ടല്ലോ, നല്ല നല്ല പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതും ദുർമാർഗത്തിലൂടെ കടന്നു പോകുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതൊരിക്കലും സമമാവുകയില്ലല്ലോ, ഒരിക്കലും അത് ഒരുപോലെയാകുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇദ്ഫഅ ബില്ലതി അഹ്സനു ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങോട്ടൊരാൾ മോശമായിട്ട് നമ്മോട് പെരുമാറിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരോട് നിങ്ങൾ പെരുമാറണേ. ഇങ്ങോട്ട് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കട്ടെ, അവർ നമ്മെ അടിക്കട്ടെ, അവർ നമ്മെ ചീത്ത പറയട്ടെ, അവർ നമ്മെ കളിയാക്കട്ടെ, തിരിച്ചു കളിയാക്കരുത്, തിരിച്ചു പെട്ടെന്ന് അടിക്കരുത്, തിരിച്ചു പ്രതിരോധം നടത്തുമ്പോൾ അതേ രൂപത്തിൽ ഇങ്ങോട്ട് വന്നതുപോലെ അങ്ങോട്ടും പ്രതിരോധം നടത്തുമ്പോ അത് നമുക്ക് തന്നെ ചിലപ്പോ വല്ലാത്ത വിഷമമാകുന്നതാണ്. അതുകൊണ്ട് നമ്മെ ഇങ്ങോട്ടാരെങ്കിലും വിഷമിപ്പിച്ചാൽ, ഇങ്ങോട്ടാരെങ്കിലും വേദനിപ്പിച്ചാൽ ഒറ്റയടിക്ക് കയറിയിട്ട് അങ്ങോട്ട് പ്രതികരിക്കരുത്. മനസ്സിലാക്കണം നമ്മൾ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങോട്ടാരെങ്കിലും പരുക്കമായി പെരുമാറിയാൽ നിങ്ങൾ അങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മനസ്സിലാക്കണം. എത്രയോ തെളിവുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്നത്, പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നില്ലേ? ആ പുഞ്ചിരിക്കുന്ന, സ്നേഹത്തോടെ സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ, പല ആളുകളും സ്വഹാബത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുപ്പിച്ചിരുന്നത്. എത്ര ദേഷ്യപ്പെട്ടാലും, എത്ര കളിയാക്കിയാലും, എത്ര കുറ്റപ്പെടുത്തിയാലും, കല്ലെടുത്തെറിഞ്ഞാലും അവരോടൊക്കെ സൗമ്യതയോടുള്ള സംസാരം അത് വേണ്ട. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് കരിങ്കല്ല് ചീളുകൊണ്ട് അവിടെ നിന്ന് എറിഞ്ഞു കുട്ടികൾ വരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പരിക്കേൽപ്പിച്ചപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ രണ്ട് മലകൾക്കിടയിൽ അവരിങ്ങ് നശിപ്പിക്കട്ടെ ശത്രുക്കളെ എന്ന് ചോദിച്ചപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ തലമുറയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് വരുമെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും നന്മ, എനിക്ക് സന്തോഷമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് എന്റെ പ്രിയമുള്ളവരെ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. വീണ്ടും അവിടെ നിന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഇദല്ലദീ ബൈനക വ ബൈനഹു അദാവതൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നീയുമായിട്ട് ശത്രുതയുള്ള ആളുകളുണ്ടല്ലോ, അവർ എത്ര വലിയ ക്രൂരമായിട്ട് നമ്മോട് പെരുമാറിയാലും, വളരെ സന്തോഷത്തോടു കൂടെ അങ്ങോട്ട് പെരുമാറിയാൽ വലിയ്യുൻ ഹമീം, അവർ നിനക്ക് ഏറ്റവും വലിയ മിത്രമായി മാറുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
എങ്ങനെയാണ് ഒരാളെ നമുക്ക് നമ്മുടെ മിത്രമാക്കാൻ കഴിയുന്നത്? വളരെ സൗമ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പെരുമാറലാണ്. ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് വരുന്ന ഒരാൾ അയാളോട് ഒന്ന് സലാം പറഞ്ഞിട്ട് അയാൾ ഒന്ന് കൂളായി ഇരിക്കുമെന്ന് പറഞ്ഞിട്ടൊന്ന് പിടിച്ചു നിർത്തിയാൽ ആ മനുഷ്യന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് കാണാം. എത്ര വലിയ ദേഷ്യപ്പെടുന്നവരാകട്ടെ, എത്ര വലിയ വിഷമം അനുഭവിക്കുന്നവരാകട്ടെ, ഒന്ന് ദേഷ്യപ്പെടാതെ പിടിച്ചു നിർത്തിയാൽ മതി. ഈ വിഷയം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ദിവസം ഒരു സഹോദരിന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, കുടുംബത്തിൽ വല്ലാത്ത പ്രശ്നമാണ്. എന്റെ ഭർത്താവിന്റെ ഉമ്മ വീട്ടിനകത്ത് വളരെയധികം എന്നെ വേദനിപ്പിക്കുകയാണെന്ന് എന്റെ പരിചയത്തിൽ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് സങ്കടം പറയണ്ടായി. അങ്ങനെ സങ്കടം പറയുമ്പോ ആ സഹോദരി പറയാണ്, ഉസ്താദേ, ഞാൻ എന്ത് ചെയ്താലും ഉമ്മാക്കത് കുറ്റാണ്, ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മാക്ക് കുറ്റാണ്, എന്നെങ്ങനെ പണിയെടുപ്പിക്കലാണ് ഉമ്മാന്റെ പണി, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് എന്ന് വളരെ സങ്കടത്തോടു കൂടെ പറയണ്ടായി. അപ്പോ ദേഷ്യപ്പെടുമ്പോ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ ഇവരും അങ്ങോട്ട് തിരിച്ചു പറയും. അപ്പൊ ഞാന് സഹോദരനോട് പറഞ്ഞു, പെങ്ങളെ, ഇങ്ങനെ നീ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നേരെ വണ്ണം നല്ല രൂപത്തിൽ അവരോട് സംസാരിക്കുക. അവരിങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോ ചിരിച്ചിട്ട് എന്തിനാ മങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നതെന്ന് ചോദിക്കുക. ആരെയും മിണ്ടാതിരിക്കുക, ചിരിച്ചിട്ട് അതിനൊഴിവാക്കുക. കുറെ കാലം കഴിയുമ്പോ അതങ്ങ് മാറിക്കോളും. ആ സഹോദരി പറയാണ്, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ ആ സഹോദരി വിളിക്കുന്നുണ്ട്, ഇപ്പൊ അമ്മ കൂടുതലൊന്നും പറയലില്ല, അത് പറയുന്ന പോലെ ഞാൻ ചെയ്തു. അപ്പൊ നമ്മള് ഇങ്ങോട്ട് പ്രതികരിക്കുന്നതിന്റെ അതേ ഇരട്ടിയായിട്ട് അങ്ങോട്ട് പ്രതികരിച്ചാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക്, അവരും വാശിയിലായിരിക്കും, നമ്മളും വാശിയിലായിരിക്കും. ഈ വാശി രണ്ടും കൂടെ ഇബ്ലീസ് ഇടപെട്ട് വലിയ പ്രശ്നമാക്കി മാറ്റും. നമ്മൾ പറയും 2 കൈ കൊണ്ട് ഇങ്ങനെ കൊട്ടുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാവുക, ഒറ്റ കൈ കൊണ്ട് കുറെ നേരം ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് നിർത്തിക്കോളും. അപ്പൊ ഇങ്ങോട്ട് പ്രതികരിക്കുന്ന ആളുകളോട് മൗനമായി സൗമ്യമായി അങ്ങോട്ട് ഇടപെടുമ്പോൾ അവരുടെ ആ ഒരു ദേശത്തിന്റെ പ്രതികരണം അവിടെ നിൽക്കും. എന്നാൽ ഈ ഇങ്ങനെ പ്രതികരിക്കാൻ ആർക്കാ കഴിയാ? അതും വീണ്ടും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ തന്നെ വീണ്ടും അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ. ഇങ്ങനെ ക്ഷമയോട് കൂടെ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ അല്ലാതെ ഈ ഒരു വല്ലാത്ത സൗമ്യമായിട്ട് ഇടപെടാൻ കഴിയുന്നത് അത് ക്ഷമയുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയാ. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? ക്ഷമശീലരായി നിൽക്കാൻ കഴിയുന്നവർ ആരാണ്? അവർക്കാണ് ഇങ്ങനെ കഴിയുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതായിരിക്കും അങ്ങനെ കഴിയാ? ഇങ്ങനെ കഴിയാതിരിക്കുക അല്ലാഹുവേ പടച്ചോനെ, ക്ഷമയുള്ള അല്ലാഹു തആല ക്ഷമ കൊടുത്ത ആളുകൾക്ക്. അപ്പൊ ആ ക്ഷമ ഉണ്ടാക്കാനാണ് ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത്. അല്ലാഹു നമുക്ക് ക്ഷമയുള്ളവരിൽ പെടുത്തി തരട്ടെ. റബ്ബ് നമുക്ക് ക്ഷമിക്കുന്നവരിൽ അല്ലാഹു തആല പെടുത്തി തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ എങ്ങനെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാൽ കുടുംബം വരെ ഒറ്റപ്പെടുത്തിയ സമയം, നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും കൂടെ പിറപ്പുകളൊക്കെ ഒറ്റപ്പെടുത്തിയ ഒരു സമയം, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വേദനിച്ച് നിൽക്കുമ്പോഴും പിടിച്ചു നിന്നത് എങ്ങനെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമ കണ്ടല്ലേ? ആ ക്ഷമയുള്ളവർക്കാണ് ഈമാനുള്ളത്. ക്ഷമിക്കാൻ കഴിവുണ്ടെങ്കിൽ അല്ലാഹു തആല ഈമാനിന്റെ പകുതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ക്ഷമിക്കാൻ കഴിവുണ്ടോ എന്നതിന്റെ അർത്ഥം എന്താ? ഈമാന്റെ പകുതി തന്നെ മനുഷ്യന് കിട്ടിയിട്ടുണ്ടെന്നാണ്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ആ ക്ഷമിക്കാനുള്ള ഏറ്റവും വലിയൊരു കഴിവ് ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയിപ്പിക്കും. ക്ഷമയില്ലാത്ത ആളുകളാണ് എപ്പോഴും പരാജയപ്പെടുന്നത്, അല്ലേ? പല ആളുകളും ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്ര ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്. നിസ്സാര കാര്യങ്ങൾ മതി ആത്മഹത്യ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ. ഇതെന്തുകൊണ്ടാണ്? ക്ഷമയില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുന്നവരാകണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അനുസരിക്കുന്നവരാകണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.